നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികസന കുതിപ്പിൽ തളിക്കുളം സ്നേഹതീരം. വിവിധ പദ്ധതികളിലായി 3,65,00,000 രൂപ അനുവദിച്ചു. പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കാൻ പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിന് സമീപം പൊതുകളിസ്ഥലം ഒരുങ്ങുന്നു. മുൻ MP TN പ്രതാപന്റെ നേതൃത്വത്തിൽ വായനാശീലം വളർത്തുന്നതിനായി വീട്ടിലെ പുസ്തകം നാട്ടിലെ വായനയ്ക്ക് എന്ന പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ വിവിധ പദ്ധതികളിലായി 3,65,00,000 രൂപയുടെ ഫണ്ട് അനുവദിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 84 ലക്ഷം രൂപ ഉപയോഗിച്ച് പാർക്കിനുള്ളിൽ ഏപ്രിൽ അവസാനത്തോടെ കളി ഉപകരണങ്ങൾ സ്ഥാപിക്കും. 1.5 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ മുൻഗണനാ ക്രമത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്വിമ്മിംഗ് പൂൾ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണവും ചുറ്റുമതിൽ, പ്രധാന കവാടം, ഫിഷ് ടാങ്ക്, ഫ്ലോർ ടൈൽ എന്നിവയുടെ നവീകരണത്തിനായി ടൂറിസം വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നവകേരള സദസ് ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തികളും നടക്കും. പാർക്കിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടം നവീകരിക്കുന്നതിനായി CC മുകുന്ദൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയും ഹൈമാസ്, മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 9 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഫുഡ് സ്ട്രീറ്റ് പദ്ധതി ഏപ്രിൽ ആദ്യവാരം ആരംഭിക്കും. കടലിൽ ഇറങ്ങുന്ന വിനോദസഞ്ചാരികളുടെ സംരക്ഷണത്തിനായി നിലവിൽ 4 ലൈഫ് ഗാർഡുകളുടെ സേവനമുണ്ട്. തിരക്കനുഭവപ്പെടുന്ന ഈ മേഖലയിൽ കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കാൻ MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലിന്റെ അധികാര പരിധിയിലാണ് ബീച്ചിലെ പാർക്ക് പ്രവർത്തിക്കുന്നത്. 52 ലക്ഷം രൂപയുടെ ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തികളുടെ പൂർത്തീകരണം അവസാന ഘട്ടത്തിലാണ്. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ ചെയർമാനായ CC മുകുന്ദൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ് RC, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി C വിജയരാജ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് സർക്കാർ ഫണ്ടുകൾ 1 വർഷത്തിനുള്ളിൽ ലഭിക്കാൻ ഇടയായത്. പദ്ധതികളെല്ലാം 5 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് MLA പറഞ്ഞു. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമൻചിറ പാടശേഖരത്തിലെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ഒന്നത് കൃഷിക്കാരുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള കൃഷിയാണ്. കേരളത്തിൽ കൃഷി രക്ഷപ്പെടുന്നെങ്കിൽ ഒന്നുകിൽ വലിയൊരു സംരംഭകൻ എല്ലാവരുടെയും ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യണത്, 100 ഏക്കർ നെല്ല് കൃഷി ചെയ്യണം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ആയിരിക്കും ചെയ്യാനുള്ള സംരംഭകർ വേണം. പക്ഷെ നിങ്ങളെപ്പോലെ സംരംഭകരുണ്ടെങ്കിലേ ഈ കൃഷി ഇങ്ങനെ പോയാൽ പറ്റില്ല. നല്ല ആധുനികമായ ഏറ്റവും ഉയർന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ തന്നെ വേണം. അതിൻ്റെ ഫലമായിട്ട് ഉൽപാദനക്ഷമത വളരെ ഉയരുകയും അതിൻ്റെ ഫലമായിട്ട് പണിയെടുത്താൽ മറ്റെവിടെയും കിട്ടുന്ന പോലെ വരുമാനം ഇതിൽ നിന്നുണ്ടാവുകയും ചെയ്യും. സംരംഭകനാകുമ്പോൾ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേറെ വല്ലതും ചെയ്യാൻ പണം കൊണ്ട് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളിടത്ത് കിട്ടുന്ന വരുമാനം ഉണ്ടാവണം. ഇവിടെ തന്നെ ഇറ്റുന്നനെയാണ്, ഉതയിട്ടിട്ടുണ്ട്. തന്നെയാണ് പ്രിസിഷൻ ഫാമിംഗ് ആണ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ്. നല്ല സങ്കരയിനം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യത്യാസം കാണാം. പുതിയ കാർഷിക സങ്കേതങ്ങൾ, അതിലുപരി 3 പേരെ ഇവിടെ പരിചയപ്പെടുത്തി. ലുലുവിൽ നിന്ന്, കല്യാണിൽ നിന്ന്, എലൈറ്റിൽ നിന്ന്. തണ്ണിമത്തന്റെ ആദ്യ വിൽപ്പന ഫുട്ബോൾ താരം IM വിജയനും സിനിമാ സംവിധായകൻ സത്യൻ നന്ദിക്കാടും നിർവഹിച്ചു. കാർഷിക ഭൂമിയും ഉൽപാദനവും വിപണനവും കർഷക നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ശുദ്ധമായ കാർഷികോൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് സംസ്കൃതിയുടെ ലക്ഷ്യം. ചടങ്ങിൽ പത്മശ്രീ IM വിജയനെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. VK മോഹനൻ കാർഷിക സംസ്കൃതി കൺവീനർ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, എലൈറ്റ് ഗ്രൂപ്പ് MD TR വിജയകുമാർ, അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, ഷീല വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, KP സന്ദീപ്, ലുലു ഗ്രൂപ്പ് പർച്ചേസ് മാനേജർ VS ടിവിൻ,
ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, AS ദിനകരൻ, CR മുരളീധരൻ, കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഇന്ദിരാദേവി, കേരള കാർഷിക സർവകലാശാല ഭൗമസൂചിക മേധാവി ഡോക്ടർ LC, മണ്ണുത്തി കാർഷിക സർവകലാശാല AIRS മേധാവി ലത, ബ്ലോക്ക് മെമ്പർ TB മായ, വാർഡ് മെമ്പർമാരായ KB സദാശിവൻ, ശാന്ത സോളമൻ തുടങ്ങിയവർ പങ്കെടുത്തു. VK മോഹനൻ, കാർഷിക സംസ്കൃതി കൺവീനർ KK രാജേന്ദ്രബാബു, MV സുരേഷ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് ബീച്ച് പ്രിയ സെന്ററിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. 20ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ മെമ്പർ കെയർ പദ്ധതി പ്രകാരവും പരേതനായ കുന്നുങ്ങൽ സുന്ദരന്റെ സ്മരണയ്ക്കായി കുടുംബത്തിന്റെ സഹകരണത്തോടെയുമാണ് കാത്തിരിപ്പു കേന്ദ്രം നിർമ്മിച്ചത്. ജനങ്ങൾക്കായുള്ള ഇത്തരം സഹകരണങ്ങളാണ് മെമ്പർ കെയർ പദ്ധതിയുടെ വിജയമെന്നും മെമ്പർ വൈശാഖ് വേണുഗോപാൽ പറഞ്ഞു. മെമ്പർ കെയർ സ്നേഹോപകാരം ജയന്തൻ കുന്നുങ്ങൽ, സജൻ സുന്ദരൻ എന്നിവർ ഏറ്റുവാങ്ങി. കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികളായ രാജൻ, പീതാംബരൻ കോഴിശ്ശേരി, പൊതുപ്രവർത്തകരായ ബാബു കുന്നുങ്ങൽ, VS സൂരജ്, സജീവൻ കുന്നുങ്ങൽ, ലോഹി ഇരിങ്ങത്തുരുത്തി എന്നിവർ സംസാരിച്ചു. പ്രസാദ് മണക്കാട്ടുപടി, യാദവ് തഴക്കാട്ട്, ഷാജി കിഴക്കേ വീട്ടിൽ, രാജേഷ് പുളിക്കൽ, മനോഹരൻ തച്ചപ്പുള്ളി, പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. വളരെ ലളിതമായിട്ടാണ് ഞാൻ ഇത്ര ആളുകളെ സാക്ഷി പറയുന്നു. 4.5 വർഷമായി മെമ്പറായിട്ട്, പഞ്ചായത്ത് മെമ്പറായിട്ട് പല പദ്ധതികളും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിനും അല്ലാതൊക്കെ കിട്ടി പല പദ്ധതികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്പറായിട്ട് ഇത്ര കാലം നിന്നതിൽ ഏറ്റവും മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിന് നേതൃത്വം കൊടുത്തതെന്നാണ് ഞാൻ പറയാം. കാരണം ഒരു +2 കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 10+2 കാലഘട്ടം മുതലുള്ള ഒരു സ്വപ്നമാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ്, ഒരു കൃത്യമായിട്ടുള്ളൊരു വെയിറ്റിംഗ് ഷെഡ് വേണമെന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ പ്രസാദേട്ടൻ ഒരു ചെറിയ രീതിയിൽ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി. പിന്നെ അത് നശിച്ചുപോയി. വണ്ടി കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രഭരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കും. ശനി ഞായർ തീയതികളിൽ ക്ഷേത്രം ഹാളിൽ ക്യാമ്പ് നടക്കും. 6 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് ക്യാമ്പ്. കുട്ടികളുടെ വ്യക്തിത്വ വികസനം, ആത്മവിശ്വാസം, പ്രസംഗ പരിശീലനം കൂടാതെ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്ലാസുകളും വിനോദ പരിപാടികളും ഉണ്ടാകും. ജാതിമത ഭേദമന്യേ കുട്ടികൾക്ക് പങ്കെടുക്കാം. ആദ്യം പേര് നൽകുന്ന 100 പേർക്ക് മാത്രമാണ് പ്രവേശനം. ശനിയാഴ്ച രാവിലെ 9 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ രക്ഷിതാക്കളും പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. രാസലഹരിക്കടിമപ്പെടാതെ പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിന് സമീപം പൊതു കളിസ്ഥലമൊരുങ്ങുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പതിറ്റാണ്ടു നീണ്ട സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. പെരിഞ്ഞനം പഞ്ചായത്തിൽ സ്വന്തമായി വിശാലമായി ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കാനായി അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 2014 തുടങ്ങിയ ശ്രമം ലക്ഷ്യം കണ്ടത് 10 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം. സ്കൂളിന് സമീപത്തു തന്നെ 1 ഏക്കറോളം വരുന്ന സ്ഥലം കണ്ടെത്തി. സ്ഥലം വാങ്ങുന്നതിനുള്ള തുക കണ്ടെത്തുക എന്നത് ശ്രമകരമായിരുന്നെങ്കിലും ബഹുജന പങ്കാളിത്തത്തോടെ അതും യാഥാർത്ഥ്യമായി. സ്കൂൾ മാനേജ്മെന്റിന്റെ സംഭാവനയായി 17 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും ആദ്യം ലഭിച്ചു. തുടർന്ന് വ്യാപാരി വ്യവസായികൾ, പ്രവാസികൾ തുടങ്ങിയവരിൽ നിന്നായി സ്വരൂപിച്ച തുക ഉപയോഗിച്ച് ബാക്കി സ്ഥലവും സ്വന്തമാക്കി. വോളിബോളിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്ന മണപ്പുറത്ത് നിരവധി ടൂർണമെന്റുകൾ നടത്തിയിട്ടുള്ള ജീവൻ സ്പോർട്സ് ക്ലബിന്റെ കീഴിലാണ് കളിസ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. മയക്കുമരുന്നിലേക്ക് കുട്ടികൾ അടിമപ്പെടാതെ കളിസ്ഥലങ്ങളിൽ അവരുടെ ഊർജം ഉപയോഗിക്കുകയും കായികശേഷി വർദ്ധിപ്പിക്കുകയും ഒപ്പം ഭാവി കായിക താരങ്ങളെ വാർത്തെടുക്കാനും ഉതകുന്ന തരത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ തന്നെ ആധുനിക സംവിധാനങ്ങളോടെ മികച്ച ഒരു കളിസ്ഥലം ഒരുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ക്ലബ് ഭാരവാഹിയും മുൻ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റുമായ KK സച്ചിത് പറഞ്ഞു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മുടെ യുവതലമുറ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നൊരു കാരണം കളിയിടങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. കുട്ടികളെ കളിയിടങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കളിയാണ് ലഹരി എന്ന് കാണിക്കാനായിട്ടുള്ള ആവശ്യമായുള്ള ഭൂമി നമുക്ക് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആയതുകൊണ്ട് ഈ കളിയിടത്തിലൂടെ പുതിയ തലമുറയ്ക്ക് കായിക ലഹരിയിലൂടെ അവരുടെ കായിക പ്രതിഭകൾ വളർത്തിയെടുക്കാനും സമൂഹത്തിന്
ഏറ്റവും മികച്ച ഒരു പൗരനെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജീവൻ സ്പോർട്സ് ക്ലബിൻ്റെ നാമധേയത്തിൽ ഈ ഭൂമി 22-ാം തീയതി രജിസ്റ്റർ ചെയ്ത് പൊതുസമൂഹത്തിന് ഏൽപ്പിക്കുന്നത്. സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നുകൊടുക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ലളിതമായ ചടങ്ങിൽ സ്കൂളിലെ 500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ കളിസ്ഥലത്തിലെത്തി ഒരു പിടിമണ്ണ് നെഞ്ചോട് ചേർത്തു പിടിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കുന്നതോടെ പെരിഞ്ഞനത്തിന്റെ കായിക വളർച്ചയുടെ പുതിയൊരു അധ്യായത്തിന് തുടക്കമാകും. നമുക്കൊരു 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള സംരംഭം സ്കൂളിനായിട്ട് കിട്ടുന്നതിന് വേണ്ടി. അതിനുവേണ്ടി അന്നത്തെ OSA ഇവിടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സച്ചിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് തൊട്ട് നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ഇവിടെ നടത്തിയിരുന്നു. പിന്നെ സ്കൂളിൻ്റെ മാനേജർ സജീവ് സാറും ഇതുപോലെ തന്നെ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുകയായിരുന്നു. അവരുടെ കുടുംബം വകയുള്ള 20 സെൻറ്റ് സ്ഥലവും കൂടാതെ 10 ലക്ഷം രൂപയും തുടക്കത്തിൽ തന്നെ ഇതിന് സംഭാവന നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയായിരുന്നു. ഒരു സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാൻ, ഇവിടെ പൊതുജനങ്ങൾക്ക് കളിക്കാൻ ഒരു വലിയ കളിയിടം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ റംസാൻ റിലീഫ് വിതരണം നടത്തി. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ KB അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഓണംപള്ളി മുഹമ്മദ് ഫൈസി, മുസ്ലിം ലീഗ് മതിലകം പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വാദിയടത്ത്, ആന്തമാൻ ദ്വീപ് KMCC ചെയർമാൻ അബ്ദുൾ ഹമീദ് മംഗലംപുള്ളി, ദുബായ് KMCC കയ്പമംഗലം മണ്ഡലം പ്രവർത്തകൻ VA മുഹമ്മദ് അലി, ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കൺവീനർ PM ഷംനാദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ഷാർജ KMCC കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹസ്പർശം 2025 പദ്ധതി സഹായം മുസ്ലിം ലീഗ് ട്രഷറർ TK ഉബൈദ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൈമാറി. പ്രത്യേകിച്ചും അത് റമദാനാകുമ്പോൾ കൂടുതൽ താല്പര്യത്തോടുകൂടെ അതിനുവേണ്ടി സജീവമാവുകയും ചെയ്യുന്നു എന്നത് മുസ്ലിം ലീഗിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും ഉണ്ടാകേണ്ട ഒരു സ്വഭാവം, അത് പൂർണ്ണമായും മനുഷ്യത്വോന്മുഖമായിരിക്കണം എന്നതാണ്. മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ പ്രസംഗം, അതായത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നടത്തിയ പ്രസംഗം, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു വച്ചത്: ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മോചനമാണ്, അവരുടെ കണ്ണുനീരൊപ്പാൻ കഴിയുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം എന്നാണ്. ടു വൈപ്പ് എവരി ടീയേഴ്സ് ഫ്രം എവരി ഐസ്. കേരള മുസ്ലിം ജമാഅത്ത് SSF SYS കുട്ടമംഗലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 13ാമത് റമദാൻ കിറ്റ് വിതരണവും ലഹരി വിരുദ്ധ സംഗമവും നടത്തി. കുട്ടമംഗലം സുന്നി സെന്റർ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. റമദാൻ നോമ്പ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉസ്താദ് ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം വിഷയത്തിലേക്കല്ല കടക്കുന്നത്. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന, പല അർത്ഥത്തിലും പ്രയാസമനുഭവിക്കുന്നവർ നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ എക്കാലത്തും സഹായിക്കുന്നതിന് തയ്യാറുള്ള സംഘടനയാണ് ഈ യുവജന സംഘടന എന്നതിന് നമുക്ക് പറയാം. നമുക്ക് മുന്നിൽ വലിയ ഒരു പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് മഹാമാരി ഉണ്ടായപ്പോഴും SYS തൃപ്രയാർ സോൺ സെക്രട്ടറി ഷിഹാബ് സക്കാഫി താനിയം, ദിനാർ കുട്ടമംഗലം, അഫ്സർ ഇക്ബാൽ കുട്ടമംഗലം, ദിനേശ് കൊല്ലാറ, വാർഡ് മെമ്പർ PH ബാബു, PK അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന മീനാക്ഷി അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കി സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒറ്റാലി വീട്ടിൽ OK വേലായുധൻ ഭാര്യ മീനാക്ഷി അമ്മയുടെ 98ാമത് ജന്മദിനമാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആഘോഷിച്ചത്. സ്നേഹത്തണൽ പ്രവർത്തകർ മീനാക്ഷി അമ്മയുടെ വസതിയിലെത്തി പൊന്നാട അണിയിച്ചും മൊമൻറ്റോ നൽകിയും പായസവും മധുരപലഹാരവും നൽകി ആദരിച്ചു.
മീനാക്ഷി അമ്മയുടെ മകൾ റാണി വർഷം തോറും ജന്മദിനത്തോടനുബന്ധിച്ച് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരാറുണ്ട്. ഇത്തവണ സ്നേഹത്തണലിലെ റംസാൻ കിറ്റ് വിതരണത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു. പ്രസിഡന്റ് രാജൻ പട്ടാട്ട്, ജനറൽ സെക്രട്ടറി എം.എ. സലീം, അബ്ദുൽ ഗഫൂർ VC, TV ശ്രീജിത്ത്, ബാബു കുന്നുങ്ങൽ, ഹഫ്സത്ത് PC, അശോകൻ KC, ഷൺമുഖരാജ് മാസ്റ്റർ, മുഹമ്മദ് അലി NK, നസീർ PM തുടങ്ങിയവർ സംസാരിച്ചു. മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ മീനാക്ഷി അമ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ എടുത്തു വളർത്തിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹൃദയമാണ് അമ്മ. എത്രയോ മക്കളെ നോക്കി വളർത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളെയും കൂടി പ്രസവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെയും കൂടി നോക്കി വളർത്തിയിട്ടുള്ള അമ്മയാണ് നമ്മുടെ മീനാക്ഷി അമ്മ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ തൊട്ടറിയാനായിട്ട് കഴിയും. കയ്പമംഗലം പെരിഞ്ഞനം സൗഹൃദ കൂട്ടായ്മ നോമ്പ് തുറ ഒരുക്കി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കിയത്. തുടർച്ചയായ 6ാം തവണയാണ് സൗഹൃദ കൂട്ടായ്മ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. വഴിയമ്പലത്ത് നടന്ന ചടങ്ങ് കയ്പമംഗലം SI AD വിൻസെന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടായ്മാംഗങ്ങളായ ഷബീർ, അബ്ദുള്ള, അൻസാരി, അനിൽകുമാർ, സതീശൻ, കരീം, കുട്ടാട്ടുപാടം ക്രിക്കറ്റ് അംഗങ്ങൾ എന്നിവർ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭരണഘടനാ ചുമർ പഞ്ചായത്ത് ഓഫീസിലും പഞ്ചായത്ത് പ്രദേശത്തുള്ള 11 വിദ്യാലയങ്ങളിലേക്കും വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ GF UP സ്കൂൾ HM ഫാത്തിമ, അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ ഷബീർ അലി, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, ശ്രീകല ദേവാനന്ദ്, സന്തോഷ് പണിക്കശ്ശേരി, നൌഫൽ വലിയകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണഘടന അവബോധം കുട്ടികളിൽ ചെറുപ്രായത്തിലെ വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഭരണഘടനാ ചുമർ സ്ഥാപിക്കൽ പ്രവൃത്തി അടുത്ത വർഷത്തിൽ കൂടി ഉൾപ്പെടുത്തുമെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. 2024-25 ജനകീയ ആസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭരണഘടനാ ചുമർ വിതരണം ചെയ്തത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കുള്ള കമ്പ്യൂട്ടർ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. കമ്പ്യൂട്ടർ ലിറ്ററസി പ്രോഗ്രാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കമ്പ്യൂട്ടർ പരിശീലന പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു പഠനം പൂർത്തീകരിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ സാക്ഷരത എന്ന് പറയുന്നത് എനിക്കിവിടെ ഇല്ലാത്തൊരാൾ ഞാൻ മാത്രം തോന്നുന്നുണ്ട് ആ രംഗത്ത്. കാരണം അതിനോടുള്ള സമയവും താല്പര്യക്കുറവ് എന്തോന്നറിയില്ല, അതിനോടൊരു ചെറിയ കുറവ് എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ. പഠിക്കാൻ അങ്ങനെ കഴിയാത്ത ഒരാളല്ല, പക്ഷെ അതിനോടൊരു താല്പര്യക്കുറവുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രസവിച്ച് വീഴുന്ന കുട്ടിക്ക് പണ്ട് കൊടുത്തിരുന്നത് അല്ലെ പാൽക്കുപ്പി ആയിരുന്നെങ്കിൽ നമ്മളിപ്പോ കൊടുക്കുന്ന മൊബൈലാണ്. അതുപോലും കൈകാര്യം ചെയ്യാൻ ഈ തലമുറ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോ ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു തൊഴില്, വ്യവസായം, എല്ലാം പുരോഗതി ഒക്കെ കമ്പ്യൂട്ടറിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. IT രംഗത്ത് വനിതകൾക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനും ജോലി സാധ്യതയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യ ബാച്ചിൽ പഠിച്ചിറങ്ങിയ 50 വനിതകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, വിനയ് പ്രസാദ്, ഷിജി CK, സന്ധ്യ മനോഹരൻ, KK സൈനുദ്ദീൻ, ജീജ രാധാകൃഷ്ണൻ, സുമന ജോഷി എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ സിനി KS പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂളിന് ബസ് കൈമാറി. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളെ പരിചരിക്കുന്ന അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബഡ്സ് സ്കൂളിലേക്ക് ബസ് നൽകിയത്. ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. 15.8 ലക്ഷം രൂപ ഉപയോഗിച്ച് സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ലഭ്യമാക്കിയാണ് വാഹനത്തിന് തുക അനുവദിച്ചത്. നിലവിലെ പഴയ വാഹനം കേടുവന്നതിനെ തുടർന്ന് കാലങ്ങളായി വിദ്യാർത്ഥികളുടെ യാത്രാ ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയിലായിരുന്നു. ചടങ്ങിൽ BDO സുഷമ മോഹൻ,
വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS നജീബ്, CK കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. അവരോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ നടക്കാൻ പോകുന്നതും നടന്നതുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തു എന്നതും കടമയും കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ഇവിടെയുള്ള സഹോദരന്മാരും അതുപോലെ രക്ഷിതാക്കളും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അറിയാം എന്തിനാണ് ഈ വോട്ട് ചെയ്ത് നമ്മുടെ ജനങ്ങളെ കടമ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായി നമ്മൾ സ്വീകരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാളെ MLA ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അത് വേറെ പ്രശ്നം. ഉള്ള സമയത്ത് നമ്മുടെ സംഘടനപരമായ സർക്കാർ നൽകുന്ന ഫണ്ട് നമ്മുടെ നികുതി പണം പൂർണ്ണമായി നമ്മുടെ മണ്ഡലത്തിൽ ഉപയോഗിക്കണം. ഇപ്പോൾ 3 വർഷമായി 4 വർഷത്തെ കിടന്നു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്കും അംഗനവാടി ടീച്ചർമാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഭക്ഷ്യ സുരക്ഷാ നിയമവും നടപ്പിലാക്കിയ ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ രാജ്യത്തെ ഉയർത്താൻ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഈ അടുത്തിടെ മരണപ്പെട്ടുപോയ ശാന്തഗംഭീരനായ പ്രധാനമന്ത്രി എന്ന് ലോകം നിരീക്ഷിച്ച ഡോക്ടർ മൻമോഹൻ സിംഗും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് അഭിവന്ദ്യയും ആദരണീയയും മനുഷ്യതയുമായ ശ്രീമതി സോണിയാഗാന്ധിയും നേതൃത്വം നൽകിയ UPA ഗവൺമെന്റ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, CV ഗിരി, ഹിരോഷ് ത്രിവേണി, ഗീതാ വിനോദൻ, മുനീർ എടശ്ശേരി, സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, നീതു പ്രേംലാൽ, PK അബ്ദുൽ ഖാദർ, MK ബഷീർ, KR വാസൻ, AP ബിനോയ്, പ്രകാശൻ പുളിക്കൽ, TU സുഭാഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് AT നേന എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവര് ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061 548 777. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
Sparsha Ayurvedic Clinic and Ayurvedic Beauty Parlor near South Petrol Pump, Triprayar. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് അപകട സുരക്ഷ ഉറപ്പുവരുത്താൻ തൊഴിലുടമകൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ നടന്ന പരിപാടി യൂണിയൻ ഏരിയ സെക്രട്ടറി സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KS അജയൻ അധ്യക്ഷത വഹിച്ചു. AB മധു, സ്മിത സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF ചാമക്കാല മഹല്ല് യൂണിറ്റ് ഇഫ്താർ വിരുന്നും പ്രാർത്ഥനാ മജ്ലിസും സംഘടിപ്പിച്ചു. TS അബ്ദുൾ മജീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. AC അബ്ദുൾ അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു. യൂനസ് ഇനമി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, MH സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. അവർക്ക് ഈമാനിക ആവേശം നൽകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനാണ് ഏറ്റവും വലിയ ശക്തൻ. മാലിക് യൗമുദ്ദീൻ. എല്ലാ അക്രമകാരികളെയും നിരത്തി നിർത്തിയിട്ട് സകല നെതന്യാഹുമാരെയും നിരത്തി നിർത്തിയിട്ട് ഈ ദിവസത്തിന്റെ അധികാരി ആരാ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകനായ ശക്തനായ അധികാരിയായ അല്ലാഹു മാത്രമാണ് ഇന്നത്തെ അധികാരത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അക്രമകാരികൾക്കും അവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾക്ക് തിക്തമായ പ്രതിഫലം നൽകുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. വെയ്യി രാജാ വെയ് നാടക ദിനങ്ങൾ എന്ന പേരിൽ നടത്തുന്ന നാടക പ്രദർശനത്തിന്റെ ലോഗോ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ TV ഹരിദാസൻ, CK വിജയൻ, PA രമേശൻ, VN സുർജിത്ത്, AV ശ്രീവത്സൻ, KV രാജേഷ്, ഷൈജു അന്തിക്കാട്, AT ചാക്കോ, JP അന്തിക്കാട്, സിരിൻസൺ, EG ഗോപാലകൃഷ്ണൻ, AK അഭിലാഷ്, പ്രേം ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. പുരോഗമനകാല സാഹിത്യ സംഘം അന്തിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു നാടൊത്തു ചേരുന്ന ഒരു നാടക സംഘവുമാണ് നാടകം തയ്യാറാക്കുന്നത്. അന്തിക്കാട്ടെ ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ രൂപപ്പെടുത്തിയ നാടകവീട് അന്തിക്കാടിന്റെ നേതൃത്വത്തിലാണ് വെയ്രാജ വെയ് എന്ന നാടകം ഒരുങ്ങുന്നത്. വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചില കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളെയും ആസ്പദമാക്കിയ സ്വതന്ത്ര നാടകാവിഷ്കാരം പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകരായ ജെയിംസ് ഏലിയ രചിച്ച് ഷൈജു അന്തിക്കാട് സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. 31ഓളം കലാകാരന്മാർ 40ഓളം വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സമകാലിക സാമൂഹിക അവസ്ഥയെ നാടകത്തിലൂടെ നമുക്ക് കാണിച്ചു തരും. ഏപ്രിൽ 5, 6 തീയതികളിൽ അന്തിക്കാട് ഹൈസ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് നാടകം അവതരിപ്പിക്കും. കാഞ്ഞാണി തോട്ടുപുര തെറ്റാലിക്കാവ് ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, നവക പഞ്ചഗവ്യ അഭിഷേകങ്ങൾ, തുടർന്ന് പഞ്ചാരി മേളത്തോടുകൂടിയ ശീവേലി എഴുന്നള്ളിപ്പ്, പത്മക്കളം, പ്രസാദോട്ട് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ഭഗവതിക്ക് രൂപക്കളം, ദീപാരാധന, നാദസ്വരം, പറനിറയ്ക്കൽ, ഭക്തി ഗാനാർച്ചന എന്നിവ നടത്തി. ബുധനാഴ്ച രാവിലെ മുത്തപ്പനും വീരഭദ്രനും പത്മക്കളം, കരിങ്കുട്ടിക്ക് രൂപക്കളം, വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും, തിറമണ്ണാർക്ക് വരവേൽപ്പ്, നൃത്തം എന്നിവയും ഉണ്ടായിരുന്നു.
വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായി മുൻ MP TN പ്രതാപൻ സംഘടിപ്പിക്കുന്ന വീട്ടിലെ പുസ്തകം നാട്ടിലെ വായനയ്ക്ക് എന്ന പരിപാടിക്ക് തളിക്കുളത്ത് തുടക്കം കുറിച്ചു. തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എഴുത്തുകാരൻ കൂടിയായ N. മദനമോഹനിൽ നിന്നും പ്രതാപൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ലഹരിക്കെതിരെ നടത്തുന്ന അക്ഷര വിപ്ലവ ക്യാമ്പയിൻ്റെ ഭാഗമായി 10 പുസ്തകങ്ങൾ ഉണ്ടെന്നറിയിച്ചാൽ പുസ്തകങ്ങൾ വീടുകളിൽ വന്ന് നേരിട്ട് ഏറ്റുവാങ്ങുമെന്നും ഈ പുസ്തകങ്ങൾ ജില്ലയിലെ വിവിധ ലൈബ്രറികളിലേക്ക് എത്തിക്കുമെന്നും പ്രതാപൻ പറഞ്ഞു. തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം, കമല മദനമോഹനൻ, ഷീജ രാമചന്ദ്രൻ, ഗീത വിനോദൻ, സജ്ജു ഹരിദാസ്, നീതു പ്രേംലാൽ, വാർഡ് മെമ്പർ ജീജ രാധാകൃഷ്ണൻ, ബീന വാസൻ, PK രാമചന്ദ്രൻ, കാസിം, ധന്യ സുരേഷ്, ഷിൽജ, വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഖത്തർ KMCC മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി റമദാൻ റിലീഫ് വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി MM ഹനീഫ സൗദത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം നല്ല മാർക്സിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് അവിടെ തായ്ലൻഡാണ്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഗൾഫാണ്, അല്ലെങ്കിൽ GCC കൺട്രികളൊക്കെയാണ്, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ തായ്ലൻഡിൽ നിന്ന് ഈ മയ്യത്തകരെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചപ്പോൾ അതിനും KMCC ആണ് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല ഞങ്ങളൊക്കെ വിളിച്ച് അവിടുത്തെ ഓരോ അപ്ഡേറ്റ്സും തരികയും ഞങ്ങളെ മയ്യത്ത് എത്തുന്ന സമയത്ത് കർണാടകത്തിലേക്ക് ഞങ്ങൾ പറയുന്നത്. അപ്പോഴാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്, ഇയാള് ഇതുവരെ ഈ മരണം വരുന്ന യാദൃച്ഛികമായി അവിടെ പോയതാണ്. അവിടെ ജോലിക്കാരനല്ല, പക്ഷെ അവിടെ വിസിറ്റ് പോയതാണ്. പക്ഷെ അവിടെ പോയതിനു ശേഷം പോലും അത്യാവശ്യം ലീഗിനെ നന്നായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ എന്തായിരിക്കും മുസ്ലിം ലീഗിനെ നന്നായി വിമർശിക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനം നടത്തിയത് മുസ്ലിം ലീഗിന്റെ പോഷകഘടകമായ KMCC ആണ്. മണലൂർ നിയോജകമണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികൾ മുഖേന 4 ലക്ഷം രൂപയാണ് റമദാൻ റിലീഫായി നൽകുന്നത്. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് PM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ഖത്തർ KMCC ട്രഷറർ PSM ഹുസൈൻ, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ ASM അസ്ഗർ അലി തങ്ങൾ, RA അബ്ദുൽ മനാഫ്, അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, ഖത്തർ KMCC ജില്ലാ ട്രഷറർ AS നസീർ, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ASM അൽത്താഫ് തങ്ങൾ, സൈനുദ്ദീൻ ആബിദീൻ നിസാമി, KMCC മണ്ഡലം ഭാരവാഹികളായ PM നൌഫൽ, ഷറഫുദ്ദീൻ പാടൂർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന കുതിപ്പിൽ തളിക്കുളം സ്നേഹതീരം. വിവിധ പദ്ധതികളിലായി 3,65,00,000 രൂപ അനുവദിച്ചു. പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കാൻ പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിന് സമീപം പൊതുകളിസ്ഥലം ഒരുങ്ങുന്നു. മുൻ MP TN പ്രതാപന്റെ നേതൃത്വത്തിൽ വായനാശീലം വളർത്തുന്നതിനായി വീട്ടിലെ പുസ്തകം നാട്ടിലെ വായനയ്ക്ക് എന്ന പദ്ധതിക്ക് തുടക്കമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.